എന്തുകൊണ്ടാണ് പലർക്കും വിശുദ്ധ റമദാനിൻ്റെ ആത്മീയത ലഭിക്കാത്തത് എന്നതിനെക്കുറിച്ച് മഹാന്മാർ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. രണ്ടു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ റമദാനിൽ കുറച്ചു കൊണ്ടുവരാത്തത് കൊണ്ടാണ് റമദാനിൻ്റെ ആത്മീയത പലർക്കും ലഭിക്കാത്തത്. ഒന്ന് ഭക്ഷണം, മറ്റൊന്ന് ഉറക്കം. കൂടുതലായി ഉറങ്ങാനോ വെരി ഡിലീഷ്യസായ സ്നാക്സുകൾ കഴിക്കാനോ അല്ല റമദാനിനെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം പരമാവധി മാറി നിന്ന് ആത്മീയമായും ഭൗതികമായുള്ള ആരോഗ്യത്തെ നാം സംരക്ഷിച്ചു കൊണ്ടുവന്ന് കൂടുതൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് റമദാനിനെ നാം ഉപയോഗിക്കേണ്ടത്. മിനിമം ക്വാളിറ്റിയുള്ള ഒരു നോമ്പുകാരനാവുന്നത് നോമ്പ് തുറക്കുന്ന നേരത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവണം. ഞാൻ ഈ അനുഷ്ഠിച്ച നോമ്പ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നോമ്പാണോ അല്ല അകന്നു പോകുന്നതാണോ എന്ന് പറഞ്ഞാൽ എൻ്റെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുമോ അല്ല തള്ളിക്കളയുമോ എന്ന ഭയം ഉണ്ടാവണം. ഇത് നോമ്പിന് മാത്രമല്ല, ഏതൊരു വിശ്വാസിക്കും ഏതൊരു നന്മ ചെയ്താലും ഈ ഒരു ഭയം ഉണ്ടാവണം എന്ന് ഗസാലി ഇമാം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ പണം കൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ വിവാഹം നടന്നത്, അല്ലെങ്കിൽ ആ പദ്ധതി നടന്നത്, ഞാനുണ്ടായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊന്നും സത്യവിശ്വാസികളായ നാം ആരും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇനി തള്ളിക്കളയുമോ എന്ന പേടിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതെന്ന് ഗസാലി ഇമാം റഹിമഹുല്ലാഹ് അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൂട്ടരെ, ഒരുപാട് റമദാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ഈ റമദാൻ ഏറ്റവും മിനിമം ക്വാളിറ്റിയുള്ള നോമ്പുകാരായിട്ട് നമുക്ക് അള്ളാഹുവിന് തിരിച്ചു കൊടുക്കാൻ പറ്റണം. എന്നിട്ട് പരലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ മാടി വിളിക്കപ്പെടുന്ന റമദാനായി 2022 ഈ റമദാൻ നമുക്ക് നമ്മെ റയ്യാൻ എന്ന കവാടത്തിൽ മാടി വിളിക്കുന്ന കാത്തിരിക്കുന്ന റമദാനായി നമുക്ക് നോക്കിക്കാണാനാവണം